നീ വാ ഇരിക്കേ. എടാ ആ തീപ്പെട്ടി എടുത്ത് ഇപ്പോഴാടാ കഴിവുകളുടെ മോനെ. അപ്പൊ ചിലര് തെറ്റിയിരിക്കും. എടാ കഴിവുകളുടെ മോനെ വാ എന്ന് പറഞ്ഞാൽ ശരി, ഇത് നമ്മളെ ഒരു ആസാക്കുന്ന പരിപാടി. ആ കുസൃതിയിലാണ് എല്ലാവരും നടന്മാരാകുന്നത്. ഒരു ആക്ഷൻ വരും, ഒരു റിയാക്ഷൻ കൊടുക്കണമെങ്കിലും കുറച്ച് കള്ളത്തരം വേണ്ട. അത് പറ, അതിനെ കുസൃതി രണ്ടും വേണം, കുസൃതിയും വേണം കള്ളത്തരം വേണം. എല്ലാം ടോട്ടൽ മാറി. എഡിറ്റിംഗ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും ആർട്ടിസ്റ്റുകളുടെ രീതിയായാലും എല്ലാം ടോട്ടൽ സിനിമയ്ക്കൊരു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാഴ ഈ 20 കോടിയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ 250 കോടി കളക്ട് ചെയ്തു. അങ്ങനെ എത്രയോ പടം ഹിറ്റായി. പുതിയ പുതിയ ആൾക്കാർ വരണം, പുതിയ ടെക്നീഷ്യൻ വരണം, പുതിയ ആർട്ടിസ്റ്റുകൾ വരണം. എങ്കിലേ സിനിമ ഇനി ഇങ്ങനെ ഒരിക്കലും സിനിമ നിൽക്കില്ലല്ലോ. സിനിമ വന്നുകൊണ്ടേയിരിക്കും. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ചലച്ചിത്ര നടനും സീരിയൽ നടനുമായ ശ്രീ ടോണിയാണ്. ടോണിയെക്കുറിച്ച് മുഖവുരകൾ ആവശ്യമില്ലാത്തൊരു നടനാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. സിനിമയിലും സീരിയലിലും ഒക്കെ ധാരാളമായി അഭിനയിച്ചിട്ടുള്ള ശ്രീ ടോണിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്, എങ്ങനെയായിരുന്നു? എൻ്റെ തുടക്കം ഞാൻ പഠിച്ചതൊക്കെ മഞ്ചേരിയിലാണ്. ഫാദർ വക്കീലായിരുന്നു. അന്ന് ഫാദർ വക്കീലായ സമയത്ത് തന്നെയാണ് പ്രശസ്ത നടൻ മമ്മൂക്ക അവിടെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നു. അച്ഛനും മമ്മൂക്കയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമായിരുന്നു, വക്കീലായതുകൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഞാനന്ന് മഞ്ചേരി NS കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ച് ജ്വലനം എന്ന CL ജോസിൻ്റെ ഒരു നാടകം, അതിലൊരു ഡോക്ടർ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. തുടക്കം തന്നെ അന്ന് കോളേജ് പിള്ളേരുടെ ഒരു നാടകമൊക്കെ ഉണ്ടാകും ഈ കോളേജ് ഡേയ്ക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ അതിൽ അഭിനയിച്ചപ്പോൾ ഒരുപാട് പലരും എന്നോട് പറഞ്ഞു, ഈ അഭിനയങ്ങൾ തുടർന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നു, എനിക്ക് മമ്മൂക്കയൊന്ന് പരിചയപ്പെടണം. അങ്ങനെ അച്ഛൻ മമ്മൂക്കയെ വിളിച്ച് ഓഫീസിൽ വരുത്തി പരിചയപ്പെടുത്തി. അദ്ദേഹം വഴിയാണ് എനിക്ക് IV ശശി, K മധു, ആ കാലത്ത് ഞാൻ എല്ലാ വലിയ സംവിധായകരുടെ പടങ്ങൾ അഭിനയിച്ചു. ഒരുപാട് നല്ല ജോസ് തോമസ്, അതുപോലെ സാജൻ അന്നത്തെ സൂപ്പർ ഡയറക്ടറായിരുന്നു, പിന്നെ SN സ്വാമി, ജോൺ പോൾ, ഇവരൊക്കെ എന്നെ മമ്മൂക്ക പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 20-ാം നൂറ്റാണ്ട് എന്നൊരു പടത്തിൽ മന്ത്രിയായിട്ടൊരു ചെറുപ്പക്കാരനെ വേണം, അംബികയുടെ മുറച്ചെറുക്കനായിട്ട്. അപ്പോൾ മമ്മൂക്ക എന്നെ SN സ്വാമിയെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യും, ആ വേഷം എനിക്ക് തരികയും. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു. ആ ക്യാരക്ടർ 26 വയസ്സിൽ അദ്ദേഹം ഗ്രാമവികസന മന്ത്രിയായി. പക്ഷെ ഒന്ന് മാറ്റി എക്സൈസ് മിനിസ്റ്ററായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അന്ന് പുള്ളിയുടെ സിമിലാരിറ്റി ഉള്ളൊരു മന്ത്രിയായിരുന്നു. അതെ 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 ചെന്നിത്തലയായിട്ടുള്ള കുറച്ചൊരു സാമ്യം കൂടി വേണമല്ലോ. അപ്പോൾ അയാൾ അതുപോലത്തെ K മധു എന്നെ ട്രിവാൻഡ്രത്തേക്ക് വിളിപ്പിച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു, നടക്കാൻ പറഞ്ഞു, വൈറ്റ് ഷർട്ടൊക്കെ ഇടിപ്പിച്ചു. അങ്ങനെ ആ വേഷം കൺഫേമായി. അതൊരു തുടക്കമായിരുന്നു എൻ്റെ ജീവിതത്തിലെ സിനിമയുടെ ആദ്യകാലം. ആ പടം സൂപ്പർ ഹിറ്റായിരുന്നു. അഞ്ജുനറിയാലോ, 150 ദിവസം ഓടിയ പടമാണ്. പക്ഷെ അതിൽ വളരെ സ്റ്റാർട്ടിങ് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു 10 മിനിറ്റ് ക്യാരക്ടർ, അടൂർ ബാസി സാറുമായിട്ടുള്ള സീനും അംബികയായിട്ടുള്ള സീനും, പിന്നെ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ മിനിസ്റ്റർ വഴിയാണ്, ഹുയിസ് ജാക്കി എന്ന് പറയുന്നൊരു സംഭവം. അതിനോടനുബന്ധിച്ച് എനിക്ക് ശശിയേട്ടൻ്റെ പടങ്ങൾ കിട്ടി. K മധുവിൻ്റെ തുടർന്നുള്ള പടങ്ങളൊക്കെ ഞാൻ ഒരു 7ഓളം സിനിമകൾ ഞാൻ അഭിനയിച്ചു. ശശിയേട്ടൻ്റെ 8 പടം സിനിമയിൽ അഭിനയിച്ചു, സാജൻ്റെ 6 സിനിമയിൽ അഭിനയിച്ചു, ജോസ് തോമസിൻ്റെ പടങ്ങൾ അഭിനയിച്ചു. അങ്ങനെ തുടരെ ആ സമയത്താണ് ഞാൻ ഈ സീരിയലിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അത് ചിലപ്പോൾ അഞ്ജുനെ അറിയാതിരിക്കാം. ജൂഡ ടിപ്പേറ്റി എന്ന് പറഞ്ഞൊരു വലിയ ഡയറക്ടർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ദൂരദർശൻ മനോരമയുടെ പ്രോഗ്രാം ഡയറക്ടറാണ്. അദ്ദേഹത്തിന് മിഖായലിൻ്റെ സന്തതികൾ ഭയങ്കര ഫേമസ് ഇല്ല. അതിൽ 3 പേരാണ് ഇതിൽ പ്രധാന കഥാപാത്രം. അതിൽ 1 NF വർഗീസ്, 2 ബിജു മേനൻ, 3 ഞാൻ. ഈ 3 കഥാപാത്രം, പിന്നെ ജോസ് പ്രേഷനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഈ 3 കഥാപാത്രങ്ങളാണ് അതിൽ മെയിൻ ചെയ്തത്. ആ പടം അതിലപ്പോൾ സീനിയോറിറ്റി ഉള്ളത്. അതെ 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 കാരണം ഞാൻ അതിനു മുമ്പ് കുറേ നായകനല്ലെങ്കിലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ മിഖായലിൻ്റെ സന്തതികൾ എന്ന സീരിയൽ അഭിനയിക്കുകയും അത് സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഒരുപാട് സീരിയലുകൾ വരുന്നു. അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു അവിയൽ പരുവത്തിലായി. മര്യാദയ്ക്ക് സിനിമയിൽ മാത്രം നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു ഞാനായിരിക്കില്ല. പക്ഷേ
ഞാൻ രണ്ടും വിട്ടില്ല. ഈ അച്ഛൻ്റെ ശിഷ്യനായിരുന്നു മമ്മൂട്ടി. ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കാരണം എന്ത് കാര്യത്തിനും നമുക്ക് അച്ഛൻ്റെ അടുത്ത് വരും. അച്ഛൻ ഭയങ്കരമായിട്ടൊരു മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂക്കേനെ. എന്താണെന്നറിയില്ല, മമ്മൂക്ക എന്നോട് പറയും ആൻ്റണി വക്കീലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം സത്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ കോടതിയിൽ വാദിക്കുന്നതൊക്കെ ക്രിമിനൽ ലോയറായിരുന്നു. അപ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വക്കീലിൻ്റെ സെക്ഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പഠിപ്പിച്ച്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. തൃഷ്ണ എന്ന സിനിമയോടുകൂടി മഞ്ചേരിയിൽ നിന്നും മഞ്ചേരിയിലായിരുന്നല്ലോ പുള്ളി പ്രാക്ടീസ് അതെ ചെയ്തത്. അതെ 4 വർഷം ഉണ്ടായിരുന്നു. അല്ല ഈ സിനിമ അഭിനയം തുടങ്ങുമ്പോൾ അപ്പോൾ അടയാറിൽ എങ്ങനെയായിരുന്നു? ഞാൻ അടയാറിൽ പഠിച്ചത് വെച്ചാൽ എൻ്റെ ഒരു ഞാൻ NSS കോളേജിൽ ഇങ്ങനെ നാടകം അഭിനയിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു പെട്ടെന്ന് ചാൻസ് കിട്ടണമെങ്കിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം. അപ്പോൾ എല്ലാവരുടെയും മോഹം അതാണല്ലോ. അന്ന് ഒരു സീറ്റാണ് കേരളത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ അന്ന് ഓരോ വർഷം ഒരു സീറ്റേ ഉള്ളൂ. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു സീറ്റാണ് നടന്മാരുടെ ആക്ടിങ് കോഴ്സ്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് രഘുവരനെ പരിചയപ്പെടുന്നത്, പിന്നെ അരുൾ പാണ്ഡ്യനെ പരിചയപ്പെടുന്നത്, പിന്നെ RK സോലോമണി. ഒരേ ക്ലാസ്സിലാണ് നിങ്ങളല്ലോ? അരുൾ പാണ്ഡ്യനും രഘുവരനും ഒക്കെ രഘുവരൻ എൻ്റെ ജസ്റ്റ് സീനിയറാണ്. പക്ഷെ അവരവിടെ ഉണ്ട്. എല്ലാവരും ഈ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാമ്പസാണ് അത്. അവിടെ തന്നെ ഹോസ്റ്റലും ഉണ്ട് അവരുടെ. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും ഇവിടെ വന്ന് തിരിച്ച് ഇങ്ങനെ കുറേ സിനിമകളിലൊക്കെ അഭിനയിക്കുകയും അങ്ങനെ സീരിയലിൽ ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ പോന്നു. അവരൊക്കെ ഇപ്പോഴും എല്ലാവരും ഏകദേശം സിനിമയിൽ സജീവമാണ്. അതെ 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 അതെ. ഇപ്പോൾ അരുൾ പാണ്ഡ്യൻ പ്രൊഡ്യൂസറായി. പിന്നെ വേറൊരു ഫേമസ് നടനാണ് എൻ്റെ കൂടെ പഠിച്ച ആൾ രാംകി, തമിഴിലെ. ഇപ്പോൾ ദുൽഖറിൻ്റെ ഒരു തെലുങ്ക് പടത്തിൽ പുള്ളിയായിരുന്നു മെയിൻ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് കയറണം എന്ന് നോക്കി. ഞാനപ്പോൾ എന്ത് ചെയ്തു, നേരെ എറണാകുളമാണല്ലോ സിനിമയുടെ അന്നും ഇന്നും. അപ്പോൾ ഇവിടെ കാലത്ത് ചെന്നൈ തന്നെയായിരുന്നു ആയിരുന്നു. കാരണം അവിടെ പഠിച്ച് അവിടെ ഒരു ഹോസ്റ്റലിൽ വേറെ റൂമൊക്കെ എടുത്ത്. പക്ഷേ അവിടെ നമുക്ക് അങ്ങനൊരു റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരുമില്ല. ഇവിടെ ആകുമ്പോൾ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. സീനിയേഴ്സും ഉണ്ടായിരുന്നല്ലോ? ഉണ്ട് 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 ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ. അവരെ പിന്നെ ഞാൻ ബന്ധപ്പെടാറില്ല. RV ഉദയകുമാർ ഡയറക്ടർ, ഫേമസ് ഡയറക്ടറാണ്. എല്ലാം ചെന്നൈ ടീമാണ്. കാരണം അവിടെ ഈ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. ഒരുപാട് എൻ്റെ എത്രയോ സീനിയേഴ്സ്, മണിയമ്പിള്ള രാജു മുതൽ ശ്രീനാഥ് മുതൽ ഒരുപാട് മലയാളികൾ അവിടെ പഠിച്ച് വളർന്ന്, ശ്രീനിവാസൻ ചേട്ടൻ, അങ്ങനെ എത്രയോ പേര് അവിടെ വന്ന് കയറിപ്പോയതാണ്. സിനിമയിൽ വന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു? വന്നില്ലെങ്കിൽ ഞാൻ അച്ഛനെ ഏറ്റവും ഇഷ്ടം ഞാൻ വക്കീലാവാനാണ്. പക്ഷെ B വരെ പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താളം തെറ്റി. ആയിരുന്നു. കാരണം ഇവൻ നിൽക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ തുടക്കം തന്നെ നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചു, നല്ല നല്ല സീരിയലിൽ ക്യാരക്ടർ കിട്ടി. അപ്പോൾ അച്ഛനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അങ്ങനെ ഇവൻ നിൽക്കുമായിരിക്കും. അങ്ങനെ ഒരു 35 വർഷം ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഇപ്പോൾ സിനിമയിലായാലും സീരിയലിലായാലും ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അതെ അതെ. അധികവും ക്യാരക്ടർ വേഷങ്ങളാണ്. അതെ അതെ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, മനസ്സിനൊരു സന്തോഷം തന്ന? ഞാനൊരു പിന്നെ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞൊരു ഹിറ്റ് പടമാണ് ജോസ് തോമസിൻ്റെ. അതിൽ ഒരു പോട്ടറായിട്ട്, അത് പോട്ടർമാരുടെ കഥയാണ്. അപ്പോൾ അതിലൊരു നായികയുടെ ചേട്ടനായിട്ട് രാജപ്പൻ എന്നൊരു കഥാപാത്രം. അതൊരു ഭയങ്കര ഒരു അതെ ഒരു ഭയങ്കര അസാമാന്യ തല്ലിയടി എന്നൊക്കെ പറയും. അത് ഈ പോട്ടർമാരെ അറിയാലോ, ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും. അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ എനിക്ക് രാജപ്പൻ എന്നുള്ള ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഇനിയും അങ്ങനത്തെ ഒരു കഥാപാത്രം വന്നാൽ ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹം. അത് ഒരു വില്ലനിസമുണ്ട്. വില്ലനിസം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അയാൾ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. പെങ്ങൾ ഇങ്ങനെ വേറൊരു കോടീശ്വരൻ്റെ മകൻ്റെ കൂടെ പോകുന്നു. ആ ക്യാരക്ടർ ഇത് നവാസാണ്. അപ്പോൾ ക്യാപ്റ്റൻ്റെ മകനായിട്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി ചെയ്യുന്നൊരു ക്യാരക്ടർ. പക്ഷെ നല്ല കഥാപാത്രം. ആ പടം സൂപ്പർ. അന്ന് ആ കാലത്ത് ഏറ്റവും ഹിറ്റായ പടമാണ്. പക്ഷെ പലപ്പോഴും ഈ മുഖത്ത് എപ്പോഴും എന്താ പറയുക, ഒരു ദുഃഖഛായയാണ് എപ്പോഴും കാണാറ്. അപ്പം അങ്ങനെ ഒരു മുഖത്ത് വില്ലനിസം വരുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിക്കുക. അതെ 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 അതെ. അല്ല, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണ ഒരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കുക. കാരണം നിങ്ങളുടെ മുഖത്ത് അങ്ങനൊരു ക്രൂവൽ
പക്ഷേ എനിക്ക് കിട്ടിയതല്ല. ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ഞാൻ 30 മലയാള സിനിമയിൽ അഭിനയിച്ചു, 30 സിനിമയിൽ അഭിനയിച്ചു. പോലീസ് ആ, എത്രയോ പടങ്ങളിൽ ഞാൻ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചു. ചെറുതും വലുതുമായ സംവിധായകരുടെ എല്ലാത്തിലും വില്ലനിസം ഉള്ള ഒരു പോലീസ് ഓഫീസർ. അല്ലാതെ സിമ്പിളായ പോലീസ് ഓഫീസറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. റഹ്മാൻ നായകനായ കിങ് സോളമൻ, അതിൽ ഒരു തല്ലിപ്പൊളി പോലീസ് ഓഫീസറാണ്. പിന്നെ കല്യാൺജി ആൻജി ബാലുഗിര്യത്തിൻ്റെ തന്നെ, അതിലും പോലീസ് ഓഫീസർ, അതും ഒരു വില്ലനായിട്ടുള്ള. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ല ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു, ഇപ്പോൾ ഞാനൊരു ഹീറോ അല്ലാത്തതുകൊണ്ട് നമുക്കത് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് അത് വേണ്ട, കുറച്ചും കൂടി ഒരു സോഫ്റ്റ്. അങ്ങനെ അന്നത്തെ കാലത്ത്, അന്നത്തെ അറിയാമല്ലോ, അർജുനറിയാം, കലൂർ ഡെന്നീസാണ് അന്നത്തെ ഏറ്റവും വലിയ തിരക്കഥാകൃത്ത്. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നിനക്ക് ഈ വേഷം കറക്റ്റാ, നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും. പോലീസാണ് എന്നാ ടോണി, അത് അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു MLA അവനോട്. അതാണ് അന്ന് കലൂർ ഡെന്നീസും കാസ്റ്റിങ്ങിൽ ഇന്ന ക്യാരക്ടർ പറഞ്ഞ് ചെയ്യിപ്പിക്കും ഓരോ സംവിധായകരും. അങ്ങനെ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ആ കാലത്ത് അധികം നമ്പർ 1 ആയിരുന്നു, അറിയാലോ. അല്ല, പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോലീസ് ചെയ്ത അല്ലെങ്കിൽ 2 പ്രാവശ്യം, അതെ, പോലീസിനെ വിളിക്കുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ ആ ട്രാക്ക് ഒന്ന് പതുക്കെ ചവിട്ടി. കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാം എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് ചവിട്ടി. ഇപ്പോൾ അങ്ങനെ പോലീസായിട്ട് ഞാൻ ചെയ്ത് ലാസ്റ്റ് മമ്മൂക്കയുടെ പടമാണ് പ്രീസ്റ്റ്. CA ആയിട്ട് പോലീസ് ഓഫീസർ, നല്ലവനായ പോലീസ് ഓഫീസർ. അത് കേസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ. ചുമ്മാ അന്വേഷിക്കുക. പക്ഷേ ഇൻ്റർവ്യൂലേ വരുള്ളൂ. പിന്നെ അച്ഛൻ വരും, മമ്മൂക്ക വരുമല്ലോ, പള്ളിയിൽ അച്ഛനായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഇത് കഴിയും. സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്താണല്ലോ മമ്മൂക്കായിട്ടുള്ളൊരു കണക്ഷൻ. അതെ. മമ്മൂക്ക എന്തൊക്കെ കാര്യങ്ങളാണ് അഭിനയത്തിൽ ശ്രദ്ധിക്കേണ്ട? കുറേ കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കറക്റ്റ് കൃത്യനിഷ്ഠ, പിന്നെ ആ കഥാപാത്രമായിട്ട് മാക്സിമം നമ്മൾ അതുമായിട്ട് ഇണങ്ങിച്ചേരുക എന്നാണ് പറയുക. അത് അങ്ങനെ അത് മാക്സിമം പൊലിപ്പിക്കുക. ആ കിട്ടുന്ന കഥാപാത്രം നമ്മൾ ചെറുതോ വലുതൊന്നും നോക്കരുത്, അതങ്ങോട്ട് ചെയ്ത് ഭംഗിയാക്കുക. അപ്പോൾ അറിയാതെ വേഷങ്ങൾ വരും. അതാണ് എന്നോട് പറഞ്ഞ ഒറ്റയ്ക്ക്. പിന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, സെറ്റിൽ കറക്റ്റ് ടൈമിന് വരിക, ആ ജോലി ചെയ്യുക. അതാണ് ഒരു നല്ല ഗൈഡൻസ് ആണ്. അയ്യോ ഭയങ്കര. പക്ഷെ ഇന്ന് പലർക്കും ഇല്ലാത്തതും അതെ ഇപ്പോഴത്തെ അല്ലേ. അതെ, എനിക്കറിയാം. അതെ, നമ്മളൊക്കെ രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ 7:55 എത്തും. അത് പഴയ ക്ലാസ്. അതാണ് പഴയ ആർട്ടിസ്റ്റുകളൊക്കെ നോക്കിയാൽ കാണാം. ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും മോഹൻലാൽ ആയാലും പിന്നെ ഇപ്പോഴത്തെ ആ പഴയ ആൾ എല്ലാവരും കറക്റ്റ് ടൈമിന് 5 മിനിറ്റ് മുമ്പ് വരും. മേക്കപ്പ് വിത്ത് മേക്കപ്പ്. അതവരുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യും. എത്ര ദൂരം യാത്ര ചെയ്താലും നമ്മൾ റെഡി എന്ന് പറയണം. അതാണ്. സിനിമയിൽ അഭിനയിച്ചു, സീരിയലിൽ അഭിനയിക്കുന്നു, രണ്ട് റൂട്ടാണ്. അതെ, 2 മേഖലയാണ്. അതെ. പക്ഷെ ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? നമ്മൾ സിനിമയിൽ മാത്രം നോക്കി നിന്നാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സീരിയലിനൊരു ഗുണം എന്താ വെച്ചാൽ പേയ്മെൻറ്റ് പക്കയാണ്. ആ പറയുന്ന പൈസ പെർ ഡേ ആണല്ലോ. ആർട്ടിസ്റ്റിനെല്ലാം പെർ ഡേ ആണ്, അത് പക്കയാണ്. പിന്നെ നമ്മൾ ഈ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് 2-3 മാസം കഴിയും. അപ്പോൾ അതുവരെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം, വന്നാലായി. അങ്ങനെയാണ് എല്ലാ നടന്മാരുടെ അവസ്ഥ. ചിലർ 1 വർഷം വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കഥാപാത്രം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സീരിയലിൽ തല കാണിക്കുന്നതുകൊണ്ട് പോലെ അന്ന് ആ കാലത്ത് സിനിമയും സീരിയലും തമ്മിൽ ഭയങ്കര അന്തരമായിരുന്നു. സിനിമാക്കാർക്ക് സീരിയലിനോട് ഒരു പ്രത്യേക അകൽച്ച ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറിപ്പോയി. ഇപ്പോൾ സീരിയലിലുള്ളൊരു സിനിമയിലും എത്രയോ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നോക്കിയറിയാം, അഞ്ജുനെ നോക്കിയറിയാം, എല്ലാവരും എത്രയോ ലേന മുതൽ ഇതിൽ അഭിനയിക്കുന്ന നടന്മാർ മിക്കവരും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അഭിനയിക്കുന്ന സ്ത്രീ ഫസ്റ്റും സെക്കൻഡും അല്ല, തേർഡിൽ നായകനായി അഭിനയിക്കുമ്പോൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് മയൂരിയായിരുന്നു. ഒരു കാലത്ത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തത്. എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത് നരേന്ദ്രപ്രസാദ് സാറാണ്. പിന്നെ ക്യാപ്റ്റൻ രാജചേട്ടനുണ്ട്. അതിൽ സിനിമാക്കാരാണോ ഉള്ളത് മുഴുവൻ. പിന്നെ ഒരുപാട് സിനിമാക്കാരുണ്ട് അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ആയിട്ട്. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ ഹിറ്റായതുകൊണ്ടായിരിക്കണം ഇവരൊക്കെ കൂടി. അന്ന് മുതൽ ഈ സീരിയലും സിനിമയിലുള്ള അകൽച്ച മാറി, കുറഞ്ഞു. ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചിലർക്കുണ്ടാവും, പഴയ ആൾക്കാർക്കുണ്ടാവും, അല്ല പുതിയ ആൾക്കാർക്കൊന്നും, ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ഒന്നും യാതൊരു സീരിയൽ അഭിനയിക്കും.
നമ്മൾ സിനിമയിൽ ഈ വേഷം ചെയ്യുന്നത് അയാൾ കറക്റ്റാണെന്ന് പറഞ്ഞാൽ അയാളെ കാസ്റ്റ് ചെയ്യും. ഒരു സാമ്പത്തിക അച്ചടക്കമുള്ളത് സീരിയലിൽ തന്നെ. അല്ല, എന്നെ സംബന്ധിച്ച് കിട്ടിയതാണ്. ഇനി ബാക്കിയുള്ളവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഈ ഓരോ റേഞ്ച് അനുസരിച്ചിട്ടാണ് സീരിയലിന് പൈസ. അപ്പോൾ ഈ സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചകഞ്ഞ് നോക്കിയിട്ടില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മുടെ ജോലി ചെയ്യുന്നു, നമ്മുടെ പേയ്മെൻറ്റ് പറയുന്നു, നമ്മൾ അഭിനയിക്കുന്നു. അതാണ് അതിൻ്റെ കറക്റ്റ്. അവരും സ്ട്രിക്റ്റ് ആണല്ലോ. 8 മണിക്ക് ലൊക്കേഷനിൽ വരണം. അവർ രാവിലെ നോക്കുമ്പോൾ 7:50 വണ്ടി ഉണ്ടാവും. 8 അല്ലെങ്കിൽ 7:15 വണ്ടി ഉണ്ടാവും. ദൂരമാണെങ്കിൽ 7:15 വരും. അവരുടെ ടൈം നോക്കിയിട്ട് വരും. ഓ ശരി. അല്ല, രാവിലെ 7 മണിക്ക് ഷൂട്ട്. ഞാൻ ഏതായാലും 7 മണിക്ക് റെഡി ആവണം. കാരണം വെച്ചാൽ ചിലപ്പോൾ കണിയാപുരത്തായിരിക്കും ലൊക്കേഷൻ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് സിറ്റിയിലായിരിക്കും. അവിടുന്ന് പോയി വരാനുള്ള ടൈമിങ് അല്ല, അത് കറക്റ്റായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെയിറ്റ് ചെയ്ത് വേറെയും കുറേ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടാവും കോമ്പിനേഷൻ സീൻസ് എടുക്കാൻ വേണ്ടി. അവരും ഇതേപോലെ രാവിലെ വന്നതല്ലേ. അപ്പം നമ്മളത് ചെയ്തേ പറ്റൂ. ആ സമയം നമ്മൾ കറക്റ്റായിട്ട് അവർ തുടങ്ങായിരിക്കും. നമ്മളവിടെ എത്തണം. അതാണ് അതിൻ്റെ കറക്റ്റ്. നമ്മൾ ഇനി വന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഉച്ചയ്ക്കല്ല 3 മണിക്ക് ഷോട്ട് എടുത്തിട്ടുണ്ട് മേക്കപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതത്രേ ഉള്ളൂ. നമ്മൾ അന്ന് തീർക്കുന്നു 9 അല്ലെങ്കിൽ 9:30 വരെ മാക്സിമം. പിന്നെ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ സീൻസ് മതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത്രേ ഉള്ളൂ. അതുവരെ നമ്മൾ ഒന്നും ചെയ്യാനില്ല. സിനിമയ്ക്ക് അതിനേക്കാൾ ഭീകരാവസ്ഥയാണ്. രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് രാത്രി പോലും ഇല്ലാതെ തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം എടുക്കുന്നവരുണ്ട്. അന്ന് ഷൂട്ട് ചെയ്യാതെ എന്താ വെച്ചാൽ നിവൃത്തിയില്ല. സീൻസും തീരൂല. സീരിയൽ പോലെയല്ലോ സിനിമ. ചിലപ്പോൾ ഒരു സീനായിരിക്കും, ചിലപ്പോൾ അര സീനായിരിക്കും എടുക്കുക ഒരു ദിവസം. അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ മാത്രമല്ല, ആ സീനിൽ വരുന്ന പലരും അവിടെ വെറുതെ ഇരിക്കണം. ഒന്ന് തീർന്നാലാണല്ലോ അടുത്ത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ സീരിയലിൽ അഭിനയിക്കുന്ന പലരും സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി സീരിയലിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നുണ്ട്. ഉണ്ട് ഇഷ്ടംപോലെ. ഇവിടെ തന്നെ തുടർന്നാൽ അവിടെ ചാൻസ് കിട്ടും. അതെ ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ മാറി നിൽക്കുന്നുണ്ട്. അവരൊക്കെ ചിലപ്പോൾ 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ വരുന്നതും അയാൾ രക്ഷപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. പലരും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അതെ. അപ്പോൾ ഇതിൽ തന്നെ നിന്നാൽ അവിടെ ചാൻസ് കിട്ടില്ല. അതെ. ഇപ്പോൾ ഈ ഞാൻ പറയട്ടെ, എത്രയോ നടന്ന എൻ്റെ സുഹൃത്തുക്കൾ സാദിഖായാലും ഇർഷാദായാലും അവരൊക്കെ സീരിയൽ അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ സിനിമകൾ വരും. പക്ഷെ അതിന് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്ക് നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ ഒരു സാമ്പത്തിക അത് പ്രശ്നമാവും. ഞാൻ അങ്ങനെ ക്ഷമയുള്ള ആളല്ല. അത്ര വരെ വെയിറ്റ് ചെയ്യാൻ ഇല്ലല്ല. തിരുവനന്തപുരത്തെങ്കിൽ തിരുവനന്തപുരം വെച്ച് കാച്ചും. അവസരങ്ങൾ കിട്ടുക അതാണ് അതിൻ്റെ. നമ്മൾ ലൈവായിരിക്കുക. സിനിമയ്ക്ക് ലൈവ് ഇല്ലെങ്കിൽ സീരിയലില്ലെങ്കിൽ സിനിമ, ഏതെങ്കിലും ഒന്നിൽ കയറി പിടിക്കണം. അത് നല്ലൊരു കാര്യമാണ്. അല്ലേ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ആകാശം നോക്കുന്നൊരു കാര്യമില്ലല്ലോ. എല്ലാവർക്കും മമ്മൂട്ടി ആകാൻ പറ്റുമോ? ധാരാളം സിനിമകളിൽ അഭിനയിച്ചു, സീരിയലുകളിൽ അഭിനയിച്ചു, നാടകങ്ങളിൽ അഭിനയിച്ചു, അടയാറിൽ പഠിച്ച സൗഹൃദം. സിനിമയിലും കലാരംഗത്ത് ധാരാളം സൗഹൃദങ്ങളുള്ള ഒരാൾ. അതെ. സിനിമയുടെ ഈ ആൾക്കൂട്ടങ്ങളിലോ അല്ലെങ്കിൽ സിനിമക്കാർ കൂടുന്നിടത്തോ ഇല്ല. അതെന്താണ്? അത് ഇപ്പോൾ പണ്ടേ ഞാനൊരു അന്തർമുഖനാണ്. അതിൻ്റെ അർത്ഥം അതാണ്, അന്തർമുഖൻ. ഒരു പൂജയ്ക്ക് എന്നെ വിളിച്ചാൽ കഴിയുന്നു ഞാൻ അതിൽ നിന്ന് മാറുന്ന ആളാണ്. സ്വന്തം ഞാൻ ആലോചിക്കും, നമ്മളവിടെ പോയിട്ട് വെറുതെ പൂജയ്ക്ക് പോയി അവിടെ കുറേ അവരുടെ കൂടെ നിൽക്കുക, ഒന്ന് ഷൈൻ ചെയ്യാം. പല സംവിധായകരും എന്നെ വിളിച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ പുതിയ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, റഹ്മാനും എല്ലാവരും കുറേ പുതിയ ആൾക്കാരുടെ ഒരു പടം. ഞാൻ അങ്ങനെ കലാപൂർവം പറഞ്ഞിട്ടാണ് ഞാൻ സത്യമായിട്ട് ചെന്നത്. റഹ്മാൻ പറഞ്ഞു, ടോണി വാന്നേ ഈ ഇപ്പോൾ 5 ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാനിപ്പോൾ ഒരു പടത്തിൻ്റെ പൂജയ്ക്ക് തല കാണിച്ചു. കഴിഞ്ഞ ഉടനെ സ്ഥലം കൂടുകയും ചെയ്തു. അത് എനിക്ക് പണ്ടേ ഇതിന് വലിയ ഒരു, നമ്മൾ ചെയ്യുന്ന വേഷം ചെയ്യുക പോരുക എന്നല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തലയിട്ട് വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു സ്വയം നമുക്ക് തോന്നുന്നതാണത്. അത് ശരിയല്ല എന്നാണ് എൻ്റെ മനസ്സും പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഏത് വലിയ പൂജയ്ക്ക് വന്നാലും, ഇപ്പം ഞാൻ മമ്മൂക്കയുടെ പ്രീസ്റ്റിൻ്റെ പൂജയ്ക്ക് അപ്പം തന്നെ കണ്ടു, അദ്ദേഹത്തിന് ഒരു ഷേക്കൻഡ് കൊടുത്തു, ഞാൻ മെല്ലെ ന്യൂട്രലിൽ മടങ്ങിപ്പോകും. അപ്പോൾ വേണമെങ്കിൽ അവിടെ നിൽക്കാം, നമ്മളതിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. പക്ഷെ ഞാൻ അവിടെ പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഒരു പുള്ളി എന്നോട് പറഞ്ഞത്,
ഈ മരിച്ച സ്ഥലത്തും കല്യാണ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴും എല്ലാവരെയും കാണാൻ കാണുന്നത് സത്യം. അല്ലെങ്കിൽ ഈ അമ്മയുടെ മീറ്റിങ്ങിന് ആ. നമ്മുടെ വീട്ടിൽ പിന്നെ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ മാത്രം. ഏകദേശം അതെ, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ആക്റ്റീവായി തുടങ്ങി. ഇപ്പൊ പൂജയിൽ നിന്ന് അതും ഒരു അല്ല പൂജയിൽ അല്ലല്ല ഇപ്പൊ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 സിനിമ ഇപ്പൊ ചെയ്തു. എല്ലാം പുതിയ പടങ്ങളാണ്, പുതിയ ആൾക്കാരുടെ പടങ്ങളാണ് എല്ലാം. അതിൽ കുറെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും, പുതിയ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ വരുന്ന സിനിമകളുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് തലയ്ക്കും വിലങ്ങിയൊക്കെ ആയിട്ട് ചില സീരിയല് മറ്റേ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയല് പത്തരമാറ്റ് ഏഷ്യാനെറ്റിൽ അതിപ്പോൾ ഒരു 3 വർഷമായി. ഒന്നാമത് അതിൻ്റെ ത്രെഡ് പ്രദീപ് മണിക്കരായതുകൊണ്ട് അയാൾ സീരിയലിൻ്റെ ടോപ്പ് റൈറ്റർ ആയതുകൊണ്ടും അയാൾ പിടിച്ചു നിർത്തും. അത് ഓരോരുത്തരുടെ കഴിവാണല്ലോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ അതിൽ അഭിനയിക്കുക, അതാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്നത് സീരിയലിൽ അഭിനയിക്കുന്നതാണ്. അല്ലല്ല സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് സീരിയൽ കിട്ടില്ല. സീരിയൽ അങ്ങനെ യാന്ത്രികമായിട്ട് പോകുന്നൊരു സംഭവമാണ്. സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ പെർഫെക്ഷൻ സീരിയലിൽ വേണ്ട. എന്താണെന്ന് അറിഞ്ഞാൽ മതി. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ക്യാരക്ടർ അത് ചെയ്തു കൊടുത്താൽ മതി. അതാണ്. അല്ലാതെ ഈ അത്രമാത്രം നമ്മൾ പെർഫെക്ഷൻ കൊടുക്കണ്ട. പിന്നെ പുതിയ ആൾക്കാരുടെ ഇപ്പോൾ ഈ സിനിമ പോലെ തന്നെ പുതിയ ആൾക്കാരുടെ തള്ളിക്കയറ്റമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇഷ്ടം പോലെ. പെൺകുട്ടികളുടെ മേഖല. അതെ, സീരിയൽ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ അതിൽ ഹീറോയിനും വില്ലനും അതെ സത്യം. അതെ അവര് വെച്ച് ചെയ്താലേ സീരിയൽ നിലനിൽക്കുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പോഴത്തെ ഈ റേറ്റിംഗിൽ എങ്ങനെ പോകുന്നു? ഇത് നമ്പർ 2 ഏഷ്യാനിൻ്റെ 2ാം സ്ഥാനം കഴിഞ്ഞ 3 വർഷമായിട്ട്. അതിലുള്ള വേഷം എങ്ങനെയാണ്? അതായത് ഒരു ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരൻ്റെ ഒരു കഥാപാത്രം. എൻ്റെ വൈഫായിട്ട് നീന കുറുപ്പാണ്. വലിയ അഭിനയിക്കാനുള്ള ഒരു സാധാരണക്കാരൻ. എനിക്കങ്ങനെ മലമറിക്കൊന്നും വേണ്ട. ഇളകി ചെയ്യണമെങ്കിൽ മറ്റൊരു വേഷം ചെയ്യണം. ആൻറ്റി ഹീറോ അല്ലെങ്കിൽ വില്ലനിസം വേണം. ഇതൊന്നുമില്ല, സിമ്പിളായ ഒരു ക്യാരക്ടർ. വെറുതെ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. വെറുതെ ഒരു പാവപ്പെട്ടവൻ 3 കുട്ടികളെ വളർത്തുന്നു. ആ കുട്ടികളുടെ വളർച്ച കണ്ടെത്തും, താഴ്ച കാണുമ്പോഴൊക്കെ ഒരു ദുഃഖിതനായ ഒരു പിതാവിൻ്റെ ഒരു വേഷം. ഈ മമ്മൂക്കയെ പോലെ തന്നെ സോമേട്ടനായിട്ടും പഴയ നമ്മുടെ ഒരുപാട് സീനിയർ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നടൻ മമ്മൂക്കയെ പോലെ തന്നെ സോമേട്ടൻ. ഞങ്ങളുടെ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ്. അന്ന് കത്തി നിൽക്കുകയായിരുന്നു സോമേട്ടന്. ലേലമൊക്കെ നോക്കുമ്പോൾ അതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് പടത്തിന് വേണ്ടിയിട്ടും പല സംവിധായകരെയും എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചില സംവിധായകരുടെ പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പ്രിയദർശൻ്റെ ആര്യൻ എന്ന സിനിമയിൽ അഭിനയിച്ചു. അത് ഇതേപോലെ സൂപ്പർ ഹിറ്റ് ഒരു പടമാണ് ആര്യൻ. ലാലേട്ടനായ നായകൻ. പിന്നീട് ഞങ്ങളൊരു സീരിയലിൽ അന്ന് ഒരു 13 എപ്പിസോഡ് അച്ഛനും മകനുമായിട്ട് സോമേട്ടനും ഞാനും. 13 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ അത് തന്നെ. അത് സത്യം. അരമണിക്കൂർ വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ അതിൽ അച്ഛനും മകനുമായിട്ട് ഞങ്ങൾ 2 പേരും. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തത്. കാരണം ഏകദേശം ഒരു 15-16 ദിവസം. അതേതായിരുന്നു? ആ പേരാണ് ഞാൻ മറന്നുപോയി, പഴയ സീരിയലായതുകൊണ്ട്. ഷെറാൻ മാത്യു എന്നാണ് ആ സംവിധായകൻ്റെ പേര്. അതിപ്പോഴും ഉണ്ട്, ചെറിയ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയായിരുന്നു ഷൂട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ചിലപ്പോൾ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കും. അത്ര ബന്ധമായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ വളരെ സിൻസിയറായ ഒരു നടനാണ്. അയ്യോ, ഭയങ്കര. അഞ്ജുനൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. കമലഹാസൻ്റെ അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത്. പുള്ളിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എല്ലാവരോടും ഒരേ രീതിയിലാണ് പെരുമാറ്റം. അവിടെ വലിപ്പം വെച്ച് ഒന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ കാലം സോമേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു കോമഡി ഉണ്ട്. കമലഹാസൻ ഉലകനായകൻ എന്നാ പറയുന്നത്. അതെ ആ ഉലകനായകന്റെ അടുത്ത സുഹൃത്താണ് ടോണിയുടെ അടുത്ത സുഹൃത്ത്. എൻ്റെ അല്ല, സോമേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത്. ഇവിടെ എറണാകുളത്ത് BTHലായിരുന്നു, എൻ്റെ വുഡ്ലാൻഡ്സിൽ. അപ്പോഴൊക്കെ എന്നെ വിളിക്കും. ഞങ്ങളവിടെ കുറേ കഥകളൊക്കെ പറയും. അന്നും അത്രയും വലിയ തിരക്കില്ലെങ്കിലും ഈ സൂപ്പർ സ്റ്റാറിൽ നിന്ന് മെല്ലെ ക്യാരക്ടർ റോളിലോട്ട് പോയ സമയമാണ്. എന്നാലും അധികം നമുക്ക് മലയാള സിനിമയ്ക്ക് വളരെ ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്തു പറഞ്ഞാലും. അല്ല, ഇടയ്ക്ക് ടോണിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, സോമേട്ടൻ്റെ ഒരു മുഖച്ഛായ ചിലപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത് ചിലർ പറയുന്നല്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ഞാൻ സോമേട്ടൻ്റെ കൂടെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ സംസാരമൊക്കെ നമ്മൾ അതെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇമിറ്റേറ്റ് ചെയ്തല്ല. അങ്ങനെ പുള്ളിയുടെ ഒരു
ആ നീ വാ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്, ഇരിക്കേ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളും അറിയാതെ പറഞ്ഞു പോകും. പറഞ്ഞു. ഇപ്പോഴാടാ കഴിവരുടെ മോനെ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അത് പുള്ളിയുടെ സ്ഥിരം. സ്ഥിരമാണ്. അപ്പോൾ ഈ കഴിവരുടെ മോനെ എന്ന് വിളിച്ചാൽ സ്നേഹത്തിൻ്റെ വിളി. അതാണ് അയാളുടെ ഏറ്റവും വലിയ. ഇപ്പോൾ IV ശശിയേട്ടൻ എല്ലാവരെയും കഴുതക്കുട്ടി എന്ന് വിളിക്കും. കഴുതക്കുട്ടി. ഇഷ്ടമുള്ളവരെ കഴുതക്കുട്ടി എന്ന് വിളിക്കുള്ളൂ. തെറ്റിയാൽ കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ചെയ്യൽ കറക്റ്റായിരിക്കും. അങ്ങനെ ചിലരുണ്ട്. അപ്പോൾ ഈ കഴിവയുടെ മോൻ എന്ന് പറഞ്ഞാൽ സോമേട്ടന് നല്ല വാക്കാണ്. അത് സോമേട്ടന് മാത്രമേ അറിയുള്ളൂ. കഴുതയുടെ മോൻ എന്നാണല്ലോ അർത്ഥം. അത് സോമേട്ടനെ അറിയുള്ളൂ. അപ്പോൾ ചിലർ തെറ്റിയിരിക്കും. എടാ കഴിവയുടെ മോനെ വാ എന്ന് പറഞ്ഞാൽ ഒരു തെറി മാതിരി. ശരി, ഇത് നമ്മളെ ഒരു ശരിയായില്ല, ആസാക്കുന്ന പരിപാടിയാണ്. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിയുന്നവർ ഏറ്റവും നല്ല സ്നേഹമുള്ളവരെ മാത്രമേ നീ വാ എന്ന് പറഞ്ഞു, കഴിവയുടെ മോനെ വാ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നല്ല ഉദ്ദേശത്തിൽ പറയണം. അതെ അതെ, സത്യം. പുള്ളി അങ്ങനെയാണ് സംസാരം. ഇനി അദ്ദേഹത്തിൻ്റെ വേറെ സ്റ്റൈൽ വെച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ചെറിയതിൻ്റെ അങ്ങനെ ഇങ്ങനെ കിടക്കും. ഈ ഒരു കിടപ്പാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. അത് എത്ര നേരം കൊണ്ട് ഇവിടെ പെടലി വേദനയ്ക്കൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും സിഗരറ്റ് വലിക്കേണ്ട തീപ്പെട്ടി ഉള്ളത്. എടാ ആ തീപ്പെട്ടി എടുത്തേ, പുള്ളിക്ക് എടുക്കാവുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ എടുത്തു കൊടുക്കണം. ആ ഒരു കുഴപ്പം അതങ്ങനെയാണ്. അവിടെ സീനിയോറിറ്റി ഒന്നും നോക്കൂല. ക്യാപ്റ്റൻ രാജുവിനോട് പോലും ആ തീപ്പെട്ടി എടുത്തേന്ന് പറയും. അതാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. ഈ പുള്ളിയോടൊപ്പം സിനിമയിലും കുറെ ചെയ്തു. സിനിമയും സീരിയലും അഭിനയിച്ചെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. എന്നോടൊരു സഹോദരൻ്റെ സ്നേഹം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കും. എത്ര തിരക്കുണ്ട്. ഇനി എറണാകുളത്തല്ല, തിരുവല്ലയില, അല്ലെങ്കിൽ ചെന്നൈയിലാണ്, നീ എവിടെയാ എന്ന് ചോദിക്കും. അതൊരു വലിയ കത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വിളി കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ആ വിളി വരുമ്പോഴുള്ള റിയാക്ഷൻ നമ്മുടെ സോമേട്ടൻ നമ്മുടെ സിനിമയിൽ ഒരു കാലത്തുനിന്നല്ല, അന്നും തിരക്ക് തന്നെയായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ക്യാരക്ടർ ഹീറോയും പിന്നെ വില്ലനും എല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് ഒക്കെ അത് അവനെ വിളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് വലിയ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ. ലാസ്റ്റ് അഭിനയിച്ച പടത്തിലും അതെ 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 നല്ലൊരു മനുഷ്യസ്നേഹി. അതാണ്. സോമേട്ടനെ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? ഞാൻ ഈ ആര്യൻ മുതലുള്ള ബന്ധമാണ്. പ്രിയദർശൻ്റെ പടം ലൊക്കേഷൻ അത് അവിടെ വെച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എവിടെയാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ പരിചയപ്പെടുന്നത് മഹാറാണി ഹോട്ടൽ കാലിക്കറ്റ്, സ്ഥിരം സിനിമാക്കാരുടെ ഒരു സങ്കേതം. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങനെ മാറി നിൽക്കരുത്, സെറ്റിൽ വരുമ്പോൾ അങ്ങനെ ഒരു ജാളിതയായിട്ട് നിൽക്കണ്ട, കൂടെ അങ്ങനെ നിന്നോളണം, അത് പറഞ്ഞ് മനസ്സിലാക്കുക, ഡയലോഗ് എന്താണെന്നും പഠിക്കുക, എല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുക, എനിക്കതേ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ കഴിവും ബുദ്ധിയുമാണെന്ന് പറയാറുണ്ട് എന്നോട്. പിന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ എന്നെ വിളിക്കും, പല ഇതിൽ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചില സിനിമയിൽ നമുക്ക് പോയിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ലല്ലോ, ആ സംവിധായകരും നിർമ്മാതാക്കളും കൂടി തീരുമാനിക്കണം. അതാണ് എൻ്റെ സത്യം. ഇപ്പോൾ വീടുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഞാനും കുഞ്ചൻ ചേട്ടനുമാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഈ വീട്ടിൽ പോവും, ചേച്ചിയെ കാണും. മകനുണ്ട്. ഇപ്പോൾ അവരൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി, പായസത്തിൻ്റെ തുടങ്ങി, നന്നായിട്ട് പോകുന്നു. അല്ല പുള്ളി ഒരു പടത്തിലോ ഒന്നല്ല 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സജി ഇന്നത്തെ സിനിമ ശ്രദ്ധിക്കാറുണ്ടാവും? കാണാറുണ്ട്. കാരണം ഞാനിപ്പോൾ വാഴ നല്ല സിനിമയല്ലേ, അത് ട്രീറ്റ്മെൻ്റ് ആയാലും ആ സബ്ജക്റ്റ് ആയാലും ആ സംവിധായകൻ്റെ കഴിവ് അവിടെ കാണിക്കുന്നു. സിനിമ പൊതുവേ ടോട്ടൽ മാറിയിട്ടുണ്ട്. നമ്മൾ അഭിനയിക്കുന്ന ക്യാമറയല്ല ഇപ്പോൾ, എല്ലാം ടോട്ടൽ മാറിയിട്ടുണ്ട്. എഡിറ്റിംഗ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും ആർട്ടിസ്റ്റുകളുടെ രീതിയായാലും എല്ലാം ടോട്ടൽ സിനിമയ്ക്കൊരു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ചിലപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ വാഴ ഈ 20 കോടിയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ 250 കോടി കളക്ട് ചെയ്തു. അങ്ങനെ എത്രയോ പടം ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ബലം, അല്ലേ? കണ്ടൻ്റാണ്, അതാണ്. അപ്പോൾ അത് അങ്ങനെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുതിയ ആൾക്കാർ വരണം, പുതിയ ടെക്നീഷ്യൻ വരണം, പുതിയ ആർട്ടിസ്റ്റുകൾ വരണം. എങ്കിലേ സിനിമ ഇനി ഇങ്ങനെ ഒരിക്കലും സിനിമ നിൽക്കില്ലല്ലോ, സിനിമ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണ് കുറേ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ആൾക്കാരുടെ സിനിമകൾ ഓടുന്നു, നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരുന്നു, നല്ല നല്ല ടെക്നീഷ്യന്മാർ, നല്ല ക്യാമറാമാർ, അല്ലേ, നല്ല ഡയറക്ടേഴ്സ്. അപ്പം അങ്ങനെ വരണം.
വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ. ഈ യൗവനം നിലനിർത്തുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുമില്ല. യൗവനം എന്ന് പറഞ്ഞാൽ പ്രായമായി, പക്ഷെ നമ്മൾ പബ്ലിക് അറിയട്ടെ. അമിതമായ ഭക്ഷണ താല്പര്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷവാനാവുക, പിന്നെ മനസ്സമാധാനം ഉണ്ടാവണം തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, അപ്പോൾ നമ്മൾ അറിയാതെ ശരിയായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. സൗന്ദര്യം എന്ന് നമുക്കങ്ങനെ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാവും. പിന്നെ അധികം ടെൻഷൻ അടിക്കാതിരിക്കുക, പിന്നെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ സംഭവം. ആരെയും നമ്മൾ കാരണം ആർക്കൊരു വേദന തട്ടാൻ പാടില്ല. കാരണം എന്നോട് പല നടന്മാരും, ഈ മലയാള സിനിമയിലെ പല പ്രമുഖരായ നടന്മാരും എന്നോട് പറഞ്ഞത്, ഞാൻ അതേപോലെ പറയുന്നല്ല, അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് അതെ കൈമാറുക. നമുക്ക് കിട്ടിയ അറിവ്, നമ്മൾ കാരണം ഒരു മനുഷ്യൻ വേദനിക്കരുത്, ചീറ്റ് ചെയ്യരുത്. അതായത് സത്യം. ഈ കണ്ണുകളിലോട്ട് നോക്കിയാലേ എന്തൊക്കെയോ കുസൃതികൾ ഒളിപ്പിച്ചു വെച്ചാൽ തോന്നുന്നു. കുസൃതി ഉണ്ടാവുമല്ലോ, നടനല്ലേ. കുസൃതി ഇല്ലാതെ ഒരു നടനും നടനാവില്ല, അല്ലേ? അതെനിക്കൊരു പുതിയ അറിവാണ്. അതുകൊണ്ട് കുസൃതി ഇല്ലാത്തവർ മന്ദബുദ്ധികളായിരിക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. കുറച്ച് കുസൃതിയൊക്കെ വേണം സിനിമയിൽ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടൊരു ആർട്ടിസ്റ്റ് ആവും. പലരിലും ഇല്ലാത്തൊരു സാധനം അതാണ്. കുസൃതി ഇല്ല എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അവർക്ക് അതിൽ നല്ല നടനാണെങ്കിൽ അവന് കുസൃതി ഉണ്ടാവും, അല്ലേ? കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. നമുക്ക് വിശ്വസിക്കാം. ആയിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഒളിപ്പിച്ച് വെക്കുന്നതല്ല, ആ കുസൃതിയിലാണ് എല്ലാവരും നടന്മാരാവുന്നത്. ഒരു ആക്ഷൻ വരുമ്പോൾ ഒരു റിയാക്ഷൻ കൊടുക്കണമെങ്കിലും കുറച്ച് കള്ളത്തരം വേണ്ട. അത് പറ, അതിനെ കുസൃതി എന്ന് പറയില്ല. രണ്ടും വേണം, കുസൃതിയും വേണം, കള്ളത്തരം വേണം. അതാണ് ഇതിന്റെ സത്യം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.